നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 3 സീറ്റുകളിൽ 2 UDF കൊണ്ടുപോയി. ചിലരൊക്കെ പ്രവചിച്ചിരുന്നത് 3 സീറ്റും UDF കൈപ്പിടിയിൽ ഒതുക്കുമെന്നായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ചേലക്കര പ്രദീപ്, LDFിൻ്റെ പ്രദീപ് കൊണ്ടുപോയി. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ BJP എന്ന ഈ പ്രസ്ഥാനത്തെ കൊണ്ട് കേരളത്തിൽ, കാരണം രാജ്യത്ത് ഗുണമുണ്ട്, ദേശീയതലത്തിൽ ഗുണമുണ്ട്, കേരളത്തിൽ ഈ BJP എന്ന പ്രസ്ഥാനത്തെ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് ചിന്തിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അണികൾ, ഇപ്പോഴും സുരേന്ദ്രനെ താങ്ങി നടക്കുന്ന അണികൾ, പാർട്ടി വിട്ടുപോയ സന്ദീപ് വാര്യരെ സമാനതകളില്ലാത്ത പരിഹസിച്ച അണികൾ ചിന്തിക്കണം. കെ സുരേന്ദ്രൻ ഇവിടെ എന്താണ് ചെയ്തതെന്ന്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് കൊണ്ടാണോ അവിടെ കൃഷ്ണകുമാർ തോറ്റത് പാലക്കാട്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർ വിട്ടുപോയപ്പോൾ ഒരു വിഭാഗം വോട്ട് പോയേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കണക്ക്, ഈ വാഴ്ത്തുന്ന കണക്ക്, അങ്ങനെ ഒരു വിശുദ്ധനായ അതുകൊണ്ട് കൃഷ്ണകുമാർ ജയിക്കേണ്ടതല്ലേ? അല്ല, അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം BJPയുടെ കാര്യം തന്നെയാണ് പറയേണ്ടത്. അവിടെ UDFിൻ്റെ ഒരു മണ്ഡലമാണ്. UDF മണ്ഡലം നിലനിർത്തി, അതിശക്തമായി നിലനിർത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം 18,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പം വിജയിച്ചിരിക്കുന്നത്. 18,800 ചില്ലുവാന വോട്ടാണ് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത്. അതിലാണ് വിജയിച്ചു എന്നുള്ളത് പ്രഖ്യാപനം. വിജയിച്ചു, നന്നായിട്ട് വിജയിച്ചിരിക്കുന്നത്. അതായത് ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ വളരെയധികം. ഷാഫി പറമ്പിൽ ഈ ശ്രീധരനോട് 3 ചില്ലാന വോട്ടിനാണ് ഈ ശ്രീധരനോട് ജയിച്ചു വന്നത്. അത് അവസാനം CPMന്റെ ഭാഗത്ത് നിന്നും ക്രോസ് ഔട്ട് ചെയ്തുകൊണ്ടാണ്. കൃത്യമായിട്ട് ക്രോസ് ഔട്ട് നടന്നു എന്നുള്ളത് വ്യക്തമാണ്. സരൺ പറയുകയും ചെയ്തു ക്രോസ് ഔട്ട് നടന്നു. ആ ക്രോസ് ഔട്ട് നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ശ്രീധരൻ ജയിച്ചു വന്നേനെ. ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് BJP ജയിക്കരുത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അന്തർധാരകൾ നടക്കും. ഈ മുന്നണികൾ തമ്മിൽ അന്തർധാരകൾ, അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തും ഈ പാലക്കാടും ഒക്കെ നടന്നത്. പക്ഷെ ഇപ്പോൾ പാലക്കാട് നടന്നത് ക്രോസ് ഔട്ടിങ് അല്ല സംഭവം നടന്നിരിക്കുന്നത്. അത് BJPയുടെ ഒരു പാർട്ടി എന്നുള്ള നില അവിടെ സംഘടനാപരമായ ദൗർബല്യം തന്നെയാണ്. ആ സംഘടനാപരമായ ദൗർബല്യം BJP വിലയിരുത്തുമായിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞോട്ടെ, എന്ത് വിലയിരുത്താനെന്നാണ് ഈ പറയുന്നത്? എവിടെ വിലയിരുത്താനെന്നാണ് പറയുന്നത്? ഈ കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഇവിടെ എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. പിന്നെ എന്നാ പറയും, സുരേഷ് ഗോപിയുടെ കാര്യം പറയും. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടുമാണ് അവിടെ തൃശ്ശൂരിൽ ജയിച്ചത്. അതായത് സുരേന്ദ്രന്റെ മിടുക്കൊണ്ടെന്നല്ല. അല്ല, അത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരു സുരേന്ദ്രന്റെ ലീഡർഷിപ്പിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട് എന്നുള്ള സന്ദീപ് വാര്യയെ പറയുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും സുരേന്ദ്രൻ അതിന്റെ മാത്രം പരാജയമാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. BJPയുടെ പരാജയം സുരേന്ദ്രന്റെ ഒരു വ്യക്തിയെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്ത് വിലയിരുത്തേണ്ട കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സംസ്ഥാന അധ്യക്ഷൻ? അല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചുള്ള ഈ സംസ്ഥാന അധ്യക്ഷന്റെ കീഴിലാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. അത് ഒരു ഭാഗത്ത് ശരി. പക്ഷേ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഞാൻ ഒറ്റ വാക്ക് പറയാണ്, കേരളത്തിൽ അധികാരം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സുരേന്ദ്രനല്ല, സുരേന്ദ്രന്റെ കാലം ആര് BJP ഭരിച്ചാലും വൻ വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്തുകൊണ്ടാണ് BJP ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സുരേന്ദ്രന്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല. അത് ഒരുപക്ഷെ സംഘടനാപരമായിട്ട് ചില തകരാറുകളുണ്ടായിരിക്കാം. സന്ദീപ് പറഞ്ഞ ചില കാര്യങ്ങൾ തകരാറുകൾ പരിഹരിക്കുകയല്ലേ ഈ പറയുന്ന അധ്യക്ഷൻ. അതെ, പക്ഷെ എങ്കിൽ പോലും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വേറെ ചില അഡ്ജസ്റ്റ്മെന്റ്, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ സംഘടനാപരമായ ശക്തി കൊണ്ടാണല്ലോ ശ്രീധരൻ ഇത്രയും വോട്ട് പിടിച്ചത്. ശ്രീധരൻ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പിന്നെ ഈ സുരേന്ദ്രന്റെ മാത്രം തകരാറുണ്ടല്ല, ക്രോസ് ഔട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു സമ്പ്രദായമുണ്ട്, ഒരു പ്രവണതയുണ്ട്. ആ പ്രവണതയുടെ ഭാഗമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒരാളിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പറയണ്ട. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് ചില കുഴപ്പങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനം ചില കുഴപ്പമുണ്ട്. ആ കുഴപ്പമാണ് അവിടെ പിന്നെ കൃഷ്ണകുമാറിൽ കണ്ടത്. സുരേന്ദ്രനിൽ കാണുന്ന അതേ ഒരു സ്വഭാവം തന്നെയാണ്, സവിശേഷത തന്നെയാണ് കൃഷ്ണകുമാറിൽ കണ്ടത്. കൃഷ്ണകുമാർ അതുകൊണ്ടാണ് കൃഷ്ണകുമാറോടെ തോറ്റത്. ശരി. ഇനി കെ സുരേന്ദ്രന്റെ കെ സുരേന്ദ്രന്റെ അധികാരത്തിൽ ഈ സംസ്ഥാന അധ്യക്ഷനായി വന്നു. അതിനുശേഷം എന്ത് ഗുണമാണ് സംസ്ഥാനത്ത് BJPക്ക് ഉണ്ടായതെന്ന് ചേട്ടൻ പറ. അല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വോട്ട് നേടിയത്, 20% വോട്ട് നേടിയത് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴല്ലേ? ഞാൻ ന്യായീകരിക്കുന്നതല്ല. ശരി. ഈ കേരളത്തിൽ എത്ര മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നു? ശരി. എത്ര നിയമസഭ, 11 നിയമസഭാ മണ്ഡലത്തിലധികം
11 അതിൽ കൂടുതലാണ്. നിയമസഭാ മണ്ഡലത്തിലധികം 2ാം സ്ഥാനത്ത് വന്നു. നിയമസഭാ മണ്ഡലം 2ാം സ്ഥാനത്ത് വന്നത് എന്താണ്? LDF-നോടുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ്. അത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ UDF-നോടുള്ള വിശ്വാസക്കുറവുകൊണ്ടാണ്. അത് തന്നെ സമ്മതിച്ചു. പക്ഷെ എന്ന് വിചാരിച്ച് നേട്ടമായിട്ട് പറയാൻ പറ്റില്ല. BJP സുരേന്ദ്രൻ ഭരിക്കുമ്പോൾ തന്നെ, സുരേന്ദ്രൻ ലീഡർഷിപ്പ് കൊടുക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെ പലയിടത്തും 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു. ഈ പാലക്കാട്ടും 2ാം സ്ഥാനത്ത്, നിയമസഭയിലും ലോക്സഭയിലും പാലക്കാട് തന്നെ 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ഒരു സംഘടനാ ശേഷി കൊണ്ടാണോ കഴിവുകൊണ്ടാണോ, പക്ഷെ നമ്മളതിനെ തള്ളിപ്പറയാൻ പറ്റില്ല. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തല്ലേ. പക്ഷേ സംഘടനാപരമായിട്ട് അവരുടെ ഉള്ളിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. പിന്നെ അവരുടെ ഈ ഗ്രൂപ്പ് തർക്കമുണ്ട്. സന്ദീപ് വാര്യർ ഇന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് സുരേന്ദ്രനെയും ബേച്ചിനെയും അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തളിച്ചാൽ മാത്രമേ BJP രക്ഷപ്പെടൂ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അത് ശരിയും തന്നെ ആയിരിക്കാം, കാരണം ആ തരത്തിലുള്ള നിലപാടുണ്ട്. പക്ഷേ നമ്മൾ ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് മാത്രം ചർച്ച ചെയ്യാൻ പറ്റില്ല. പൊളിറ്റിക്സ് മൊത്തം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഞാൻ പറഞ്ഞോട്ടെ, ഒരു പ്രസ്ഥാനം അത് അതൊരു തകർച്ചയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നയിക്കുന്നവൻ അതിന് ഉത്തരവാദിയാണ്. അതാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ, കോന്നിയും അതുപോലെ മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ മത്സരിച്ചത് സുരേന്ദ്രനാണ്. അതെന്താ ഇവിടെ BJPക്ക് മറ്റ് യോഗ്യരായ സ്ഥാനാർത്ഥികളില്ല? അവിടെ സന്ദീപ് വാര്യർ അന്നും പ്രതീക്ഷിച്ചിരുന്നു, സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രനെ എപ്പോഴാണ് കൊടുത്തത്? അവസാന നിമിഷം. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ത്രീയെ അതായത് ശോഭാ സുരേന്ദ്രനെ പോലെ ഇന്ന് വാദിക്കാനും സംസാരിക്കാനും ജനങ്ങളും മനസ്സിലാക്കത്തക്ക രീതിയിൽ സംസാരിക്കാനും കഴിയുന്ന ഒരു BJP നേതാവ് ഈ സംസ്ഥാനത്ത് ഇല്ല. ഉണ്ടോ? ഇല്ല. ഒരാൾ പോലും ഇല്ല. അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അവരെ മുൻനിരയിൽ, ശരി, അവരിപ്പോ സംസ്ഥാന അധ്യക്ഷയെന്ന് ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് വേണ്ടത്ര പ്രാമുഖ്യം കൊടുത്ത് അവരെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ BJPയുടെ വളർച്ച ഇതല്ലായിരുന്നു. കാരണം ഇവിടെ ഇടതും വലതും മാറി ഭരിച്ചിട്ട് ഇവിടെ എന്ത് നേടി? ഒരു കാര്യവും നേടിയിട്ടില്ല. ഇവിടെ എന്താണ് ഇപ്പോഴും കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് BJP ഇവിടെ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു? കാരണം CPM-നെയും പിണറായി വിജയൻ സാറിനെയും കയറൂരി വിട്ടിരിക്കുന്നത് BJP ആണ് എന്നുള്ളൊരു തോന്നൽ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട്. ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികളായി SFIOയും ED-യും അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ പിണറായി വിജയൻ സാറിനും വീണ മേഡത്തിനും എതിരെ അന്വേഷണം നടത്തി. ഇതുവരെ അവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. പിണറായി വിജയൻ സാറിനെ ചോദ്യം പോലും ചെയ്തില്ല. 1048 തവണ സുപ്രീം കോടതിയിൽ ലാവൻ കേസ് മാറ്റിവെച്ചു. ഒരു ചുക്കും സംഭവിച്ചില്ല. എന്നാൽ ജാർഖണ്ഡിൽ അതല്ല സ്ഥിതി. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ പിടിച്ചകത്തിട്ടു. ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കവിതയും ഒക്കെ പിടിച്ചകത്തിട്ടു. അപ്പോൾ അവിടെയൊക്കെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ പിണറായി വിജയൻ സാറിനെ സാറേ നമുക്ക് പോയി 4 ദിവസം അകത്ത് കിടക്കാമെന്ന് പറഞ്ഞ് ED-യോ SFIO ഒക്കെ അകത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു പ്രവർത്തനവും ചെയ്യണ്ട. ഇവിടെ BJP കൃത്യമായിട്ടൊരു സീറ്റ് നേടും. 1 or 2 സീറ്റ് ഇപ്പോൾ, അല്ലെങ്കിൽ അടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷനിലായിരുന്നാൽ പോലും സാറേ നമുക്ക് 4 ദിവസം പോയി അകത്ത് കിടക്കാമെന്ന് പറഞ്ഞിട്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലെ പിടിച്ചകത്തിട്ടാൽ കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു സംഭവം ഇതിൽ പരം ഒറ്റൊന്നില്ല. സുരേഷ്, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയം വെച്ച് വിലയിരുത്തുമ്പോൾ നമ്മൾ അവർക്ക് BJPക്ക് അത്ര വലിയ തലയില്ലാത്തവരൊന്നും അല്ല. കേരളത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിട്ടത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകാൻ പോകുന്ന BJPക്ക് എന്ന് പറഞ്ഞാൽ ദോഷമേ ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ചറിയാം, കാരണം ഇവിടെ ഒരു MLA പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ്. കെജ്രിവാളിനെ അകത്തിട്ടപ്പോഴും ജാർഖണ്ഡിൽ അകത്തിടുമ്പോഴും അവിടെ BJPക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അവിടെ ഇത്ര MLA-മാരുണ്ട്, അധികാരം തിരിച്ചു പിടിക്കാൻ പറ്റും, അങ്ങനെയുള്ള ചില ഇതുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അധികാരം പിടിക്കുക ഒരു MLA പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണപരമായ തീരുമാനം എടുക്കുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരം, കേന്ദ്ര ഭരണവിരുദ്ധ വികാരം ഇളക്കി പറിച്ചുകൊണ്ട് CPM-ആണ്. CPM-ന് ഗംഭീരമായിട്ട് കേന്ദ്ര ഭരണ വികാരം ഇളക്കി പറിക്കാൻ കഴിയും. അവരുടെ സ്റ്റേറ്റ് ഭരണ വിരുദ്ധ വികാരത്തിനെ കംപ്ലീറ്റ് താഴെ ചവിട്ടി താക്കി വെച്ച് രംഗയുടെ മുന്നിൽ ചർച്ചപ്പിക്കാൻ വരാനും പറ്റും. ഒരു തരത്തിലും BJPക്ക് ഈ CPM-ന് അതിന് കഴിയും. കാരണം CPM എന്താണ് എന്നുള്ള കാര്യം കേരളത്തിലെ കൊച്ചു കുട്ടികൾ പോലും മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ ചേലക്കര ജയിച്ചു വരണ്ടേ? ചേലക്കര മറ്റാരെങ്കിലും BJP അല്ല UDF? 2 കാരണങ്ങൾ ഞാൻ കാണുന്നു. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇത് കേരളത്തില് ഇപ്പൊ ഗവൺമെന്റിനെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചു പേർക്ക് തൃപ്തി വരാമെങ്കിൽ പോലും പൊളിറ്റിക്കലായിട്ട് അതിന്റെ ഗുണം CPM-ന് തന്നെയായിരിക്കും.
ഞാനത് വിശ്വസിക്കുന്നില്ല. അവരതിനെ കേന്ദ്ര വിരുദ്ധ മനോഭാവം വളർത്തിയെടുക്കാൻ മിടുക്കന്മാരാണ്. അതിന്റെ കൂടെ നിൽക്കാൻ ഇവിടുത്തെ പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒറ്റക്കെട്ടാണ് നിൽക്കുകയും. പിന്നെ അതാണ് പറയുന്നത്. അപ്പൊ കേരളത്തിലെ മൊത്തം പേരും കേന്ദ്ര വിരുദ്ധ അധികാരം ദുരുപയോഗം ചെയ്തിരിക്കുന്നു, കേന്ദ്രം അനാവശ്യം കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവര് എതിർക്കും. സ്വാഭാവികമായിട്ടും ഗുണം ഉണ്ടാകുന്നത് പിന്നെ CPM-നും പിന്നെ കോൺഗ്രസിനുമായിരിക്കും. പൊളിറ്റിക്കലായിട്ട് അവരതുകൊണ്ടാണ് അങ്ങനെ അവർ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്നത്. സത്യസന്ധത ഉണ്ടോ മറ്റൊരു കാര്യം. എന്തുകൊണ്ട് ഈ പോക്ക് ഏതുവരെ പോകും? അല്ല, അത് അവര് കുറേശ്ശെ അത് 4%, 5% ആയിരുന്ന വോട്ടിംഗ് നിലവാരം ഇപ്പോൾ 20% എത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിച്ച് അത് മനസ്സിലാക്കണം. അതല്ല, ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടാണ് അവരുടെ ഒരു പിന്നെ ഒരു NDA എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ടെങ്കിലും, കേരളത്തിലെ സഖ്യമുണ്ടെങ്കിലും NDA എന്നുള്ള സഖ്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് നമുക്കറിയാമല്ലോ. ആകെപ്പാടെ പിന്നെ വെള്ളാപ്പള്ളിയുടെ മകന്റെ ഒരു പാർട്ടി എത്രയുണ്ട്, എവിടെയൊക്കെ പാർട്ടി ഘടകമുണ്ട്, എവിടെയെല്ലാം ഉണ്ട്. അങ്ങനെ പേരിന് മാത്രം ഒരു മുന്നണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേരളത്തിലെ NDA. അവിടെ BJP മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഈ NDA എന്ന് പറഞ്ഞാൽ BJP മാത്രമേ ഉള്ളൂ. 1-2 പേരെയൊക്കെ ഞാൻ വച്ചിരിക്കുന്നുള്ളതേ ഉള്ളൂ. സ്വയമായിട്ട് ഒറ്റയ്ക്കാണ് ഇങ്ങനെ നേടി വരുന്നത്. ഇപ്പുറത്തതല്ല, ഇപ്പുറത്തെ CPM-ഉം CPI-യും അതുപോലുള്ള 8-10 പാർട്ടികളെല്ലാം ചേർന്നുകൊണ്ട് ഒരു മുന്നണിയാണ്. അപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയിൽ ആണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. അപ്പൊ അതൊരു വല്ലാത്തൊരു വേറൊരു മുന്നണിയാണ്. അപ്പൊ ഈ രണ്ട് മുന്നണിയുടെ ഇടയിൽ ഈ NDA എന്നുള്ള മുന്നണി എന്ന് പറയുന്നത് മുന്നണിയാണെങ്കിൽ പോലും ഫലത്തിൽ അത് ഈ BJP മാത്രമാണ്. അപ്പം ആ BJP ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്താണ് ഇത്രയും കാലമായിട്ട് ഒരുപാട് പരാതികൾ, ഒരുപാട് കളിയാക്കലുകളും ആക്ഷേപങ്ങളും ഒക്കെ കേട്ടെങ്കിലും വോട്ട് മറിച്ചു, അങ്ങോട്ട് വിറ്റു, ഇങ്ങോട്ട് വിട്ടു, അതൊക്കെ നടന്നിട്ടുമുണ്ട്. സത്യമാണ്, യാഥാർത്ഥ്യമാണ്, നടന്നിട്ടുമുണ്ട്. കുറെ കാലഘട്ടത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വിൽക്കുകയും മറിക്കുകയൊക്കെ ചെയ്തിട്ടുകൊണ്ടുള്ള സത്യമാണ്. അങ്ങനെ കളിച്ച് വന്നതിന്റെ ഫലമായിട്ടാണ് അവർക്ക് കുറെ പരാജയങ്ങൾ വന്നത്. പക്ഷെ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് അവർ കുറേശ്ശെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെ നന്നായിട്ട് ഡീപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ മുരളീധരനെ പോലുള്ള ആൾ ആറ്റിങ്ങിൽ വല്ലാത്ത പ്രകടനമാണ് കാഴ്ചവെച്ചത്. അത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ചു കൊടുത്ത ഒരു ഇളക്കി മറിച്ച ഒരു മേഖലയാണെന്നുള്ളത് സത്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ പാർട്ടിയും CPM-നകത്ത് തർക്കമുണ്ട്, ഞാൻ ചോദിച്ചോട്ടെ, അതിൽ നിന്ന് വ്യത്യസ്തമായി BJP കാണുന്നത് കൊണ്ടും BJP ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടുമാണ് ഈ ചോദിക്കുന്നത്. കാരണം ഈ പറയുന്നത് പോലെ എന്താണ്, എല്ലാത്തിലും തർക്കമുണ്ട്. ഈ തർക്കം ഇവർക്ക് തർക്കിച്ച് കളിക്കാനുള്ളതാണ്. വിഭാഗീയത എല്ലാത്തിലും ഉണ്ട്. ഇവരുടെ വിഭാഗീയതയാണ് നമ്മൾ ഏറ്റവും അധികം വിമർശിക്കുന്നത്. കാരണം ഇവർക്ക് ഒരു MLA പോലും കിട്ടാത്ത ഒരു പാർട്ടി എന്തിനും ഇങ്ങനെ വിവാദം കളിക്കുന്നു എന്ന് ചോദിക്കുന്നത് സത്യം തന്നെയാണ്, ശരിയാണ്. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, അവിടെയാണ് ഞാൻ പറയുന്നത്, എന്തിനും നിങ്ങൾ ഇങ്ങനെ വിവാദം കളിക്കുന്നു? ആർക്ക് വേണ്ടി തന്നെ കൊണ്ട് അധികാരം പോലും കിട്ടാൻ പറ്റാത്ത തന്നെ കൊണ്ട് ഒരു കാര്യവും കഴിയില്ല എന്നുള്ള കാര്യം പലവട്ടം K. സുരേന്ദ്രൻ തെളിയിച്ചു കഴിഞ്ഞു. K. സുരേന്ദ്രനെ പാർട്ടിയിലുള്ള, അതായത് VP രാജേഷിനും ഈ എന്താണ് V. മുരളീധരനും ഒഴികെ മറ്റുള്ള ഒരു നേതാക്കൾക്കും ഇദ്ദേഹത്തോട് ആഭിമുഖ്യമില്ല, K. സുരേന്ദ്രനോട് താല്പര്യമില്ല. കാരണം ഇവരൊരു 3 പേരും ഒരു ത്രയമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ, ഞാൻ ഈ പലപ്പോഴും പറയാറുള്ളത് പോലെ, പിണറായി വിജയൻ സാറിനെയും CPM-നെയും കയറൂരി വിട്ടുകൊടുത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾ നശിപ്പിച്ചോ കോൺഗ്രസിനെ, ഇനി അടുത്ത തവണയെങ്കിലും നമുക്ക് കുറെ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് നമുക്ക് മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും വരാം. പക്ഷെ അതൊക്കെ വരുമ്പോഴും അടുത്ത ഒരു തവണ കൂടി CPM ഭരിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതിനൊക്കെ വഴിവെച്ച് കൊടുക്കുന്നവരാണ് BJP-യാണ്. സ്വാഭാവികമായിട്ടും നമുക്കപ്പോൾ BJP-യോട് എങ്ങനെ ആഭിമുഖ്യം ഉണ്ടാകും? കേരളത്തിലെ സാധാരണക്കാരന് ഒരു തിരക്കുള്ള ഒരു ബസ്സിൽ അല്ലെങ്കിൽ അതുപോലെ ജനങ്ങൾ കൂടുന്നിടത്ത് നമ്മളൊന്ന് പോയി നിന്നാൽ മതി. ഈ സംസ്ഥാന സർക്കാരിനോടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോടുള്ള ജനങ്ങളുടെ അവരുടെ ഒരു നിലപാട്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ കാണുന്നത്, അവരുടെ ഒരു അമർഷം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചേട്ടൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, ബസ്സിൽ കയറി പോകുമ്പോൾ ആൾക്കാർ പറയുന്നത് ഒന്നും വേണ്ട, ബസ്സിൽ കയറി ഇരുന്ന് നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ വെറുതെ പിണറായി വിജയൻ സാറിന്റെ പടം, ഒരു ഹോർഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ഇരിക്കുന്ന സാധാരണ നിഷ്കളങ്കരായ കൂലിപ്പണിക്കാരായ സ്ത്രീകളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ, ഈ വയസ്സായ ആൾക്കാരുടെയൊക്കെ പ്രതികരണം, അവർ വിളിക്കുന്ന, അവർ പറയുന്ന പരിസരം മറന്ന് അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നത്, വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നതിന് പലപ്പോഴും സാക്ഷികളായിട്ടുണ്ട്. അത് അവിടെ മാത്രമല്ല, ഈ പറയുന്ന ട്രാഫിക് സിഗ്നലുകളിൽ പിണറായി വിജയൻ സാറിന് കടന്നു പോകാൻ വേണ്ടി പല മഴയും വെയിലും എന്നില്ലാതെ വാഹനങ്ങൾ തടഞ്ഞിടുമ്പോൾ അവിടെ പ്രായഭേദമന്യേ ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. എനിക്ക് അറിവായ കാലം മുതൽ തന്നെ അച്യുതാനന്ദൻ ഭരിച്ചു, ഉമ്മൻചാണ്ടി ഭരിച്ചു, നമ്മുടെ AK ആന്റണി ഭരിച്ചു. അപ്പോഴൊന്നും ഈ പ്രശ്നമില്ല.
അവരൊന്നും ഭരിക്കപ്പെടുന്ന ഈ പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുമ്പോൾ പോലും പിണറായി വിജയനോടുള്ള ഒരു അമർഷം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ പേടിച്ചിട്ടാണ് പലരും ഉണ്ടാത്തത്. പക്ഷെ ആ പേടിയൊക്കെ മറികടന്നുകൊണ്ടാണ് അവർ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിച്ചു പോകുന്നത്. അസഭ്യ വാക്കുകൾ പോലും പറഞ്ഞുകൊണ്ട് അവർ പ്രതികരിച്ചു പോകുന്നത്. ഇതിനൊന്നും മൂടി വെക്കാൻ കഴിയില്ല. ജനങ്ങളുടെ അമർഷം അവർ ഇതെന്താ ഇത് അടിമത്തമാണോ? അല്ല, അത് ശരിയാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം BJP ആണ് എന്നുള്ളൊരു തോന്നൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയാണ്, അങ്ങനെ പിണറായി വിജയൻ സാറിനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് എതിരായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടാകും, അത് നമുക്ക് ദോഷകരമായിട്ട് വരും എന്നൊക്കെ BJPക്കാർക്ക് ഒരു ചിന്തയുണ്ടാകാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, ഇത്രയും വെറുക്കപ്പെട്ട, ഇത്രയും ജനങ്ങൾക്ക് അമർഷമുള്ള ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പാർട്ടിയിലും ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് എന്താണ്, ഇവിടെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും പിന്നെ BJP എങ്കിലും ഉണ്ട്. കാരണം ഈ രണ്ട് ഇടത് വലത് മുന്നണികളിൽ മനമെടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്നത് എന്താണ്, കേന്ദ്രത്തിലോട്ടാണ് നോക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന നല്ല പിന്നെ നേട്ടങ്ങൾ, അവരുടെ വികസന പ്രവർത്തനങ്ങളാണ് അവർ കാണുന്നത്. സാധാരണക്കാർ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സാധാരണ ഒരല്പം ജ്ഞാനമുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്, അവിടെ അത് നടക്കുന്നു, ഇവിടെ നടക്കുന്നു. ഇനി എത്രയൊക്കെ കുപ്രചരണങ്ങൾ നടത്തിയാൽ പോലും എന്തിന്, കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, അവർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോലും സംസ്ഥാനത്തിൻ്റെ BJP നേതൃത്വത്തിന് കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഇതുപോലെ ഒരു വായില്ല കുന്നിലപ്പനെ പോലെ ഒരു സംസ്ഥാന BJPക്ക് ഒരു സംസ്ഥാന അധ്യക്ഷൻ? ഇതിനെ ഞാൻ ചോദിക്കുന്നുള്ളൂ. നമുക്ക് ആര് വന്നാലും ഞാൻ ഒന്ന് ചോദിക്കട്ടെ, സുരേന്ദ്രനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. സുരേന്ദ്രൻ ഒരുപാട് കുഴപ്പമുണ്ട്, സുരേന്ദ്രന്റെ ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയുന്നത്. പക്ഷേ സുരേന്ദ്രൻ അല്ലാതെ തന്നെ ഇപ്പൊ സന്ദീപ് വാര്യരെ പ്രസിഡന്റ് ആക്കിയാൽ നാളെ ജയിക്കും. നാളെ ചേട്ടാ ഞാൻ പറഞ്ഞോട്ടെ, ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാവുന്ന എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിനെങ്കിലും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പലപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിനും യുവമോർച്ചയുടെ സമരത്തിനും ഞാൻ അത് പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. ഇതിൽ യുവമോർച്ചക്കാരെ പോലീസ് വളരെ മൃദുവായാണ് കൈകാര്യം ചെയ്യുന്നത്. യുവമോർച്ചക്കാരെ കൈകാര്യം ചെയ്യുന്നത് വളരെ മൃദുവായിട്ടാണ് കഴിവതും അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാറില്ല. പിന്നെ പ്രയോഗിച്ചാൽ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ നേർക്ക് പ്രയോഗിക്കുന്ന തരത്തിൽ രൂക്ഷമായി പ്രയോഗിക്കാറില്ല. ലാത്തി ചാർജ് നടത്താറേ ഇല്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാരെ അങ്ങനെയല്ല, പുറഞ്ചം അടിക്കും പോലീസിനൊരു എന്താണ് ഒരു ബാധ ആവേശിച്ചതുപോലെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ. എന്നാൽ യുവമോർച്ചക്കാരത് അത് ചെയ്യില്ല. ഞാനീ പറയുന്ന കള്ളമല്ല, നിങ്ങൾ ഇനിയും ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ നവകേരള സർക്കിട്ടിനിടെ കരിങ്കൊടി കാണിച്ചു. അവരെ ഏതെല്ലാം ചെടിച്ചട്ടി എടുത്ത് ഹെൽമെറ്റ് എടുത്തിട്ട് അടിച്ചു കണ്ണൂർ. അത് കഴിഞ്ഞ് ഗൺമാൻ ഇറങ്ങി എടുത്ത് തലയ്ക്ക് അടിച്ചു. എന്തുകൊണ്ട് പിന്നെ യുവമോർച്ചക്കാരെ ഒരിടത്ത് തടയാത്തത്? യുവമോർച്ചക്കാർ ഇവരുടെ വലിയ പിന്നെ എന്താണ് സ്വാധീനമുള്ള കൊല്ലത്ത് യുവമോർച്ചക്കാർ പിണറായി വിജയൻ സാറിനെ കരിക്കൊടി കാണിച്ചല്ലോ. അന്ന് പോലീസ് വന്ന് രാത്രി, ഓർമ്മയുണ്ടോ? പോലീസുകാർ വന്നിട്ട് വളരെ ഒരു തന്ത്രപരമായിട്ട് അവർ അനുനയിപ്പിച്ചാണ് അവിടെ നിന്ന് മാറ്റിയത്. എന്ന് യൂത്ത് കോൺഗ്രസ് അത് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാം. ഇതൊക്കെ ഈ ശ്രീനിവാസൻ പണ്ട് സന്ദേശ സിനിമയിൽ പറഞ്ഞതുപോലെ, ശങ്കരാടി പറഞ്ഞതുപോലെ അന്തർധാര സജീവമായിരുന്നു. ഇതെല്ലാം കണ്ട് മണ്ടന്മാരായിരിക്കേണ്ടതും നമ്മൾ ഇതൊക്കെ കണ്ട് സഹിക്കേണ്ടത് എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങളാണ്. അപ്പം നമുക്ക് ഇതൊക്കെ പറയേണ്ടി വരും. ഈ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു കാര്യവുമില്ല. ഇനി അടുത്തൊരു ഇലക്ഷൻ വന്നിട്ട് UDFകാർ ജയിച്ചാലും നമുക്ക് വേറെ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇനി ഈ തലമുറ എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കുക, സമർത്ഥരായവർ മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് നിങ്ങളുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുക എന്നുള്ളതിൽ മാത്രമേ പറയാനുള്ളൂ. എങ്ങോട്ട് പോകണം? ഇത്രയും വർഷം ജീവിച്ചു, ഇനി എത്ര വർഷം ജീവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് നിരാശയാണ്. കാരണം ഈ ഒരു നാട്ടിൽ ജീവിക്കാൻ തന്നെ നിരാശയാണ്. മറ്റുള്ള നേതാക്കന്മാരൊക്കെ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒന്നും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും മക്കൾ ഇതേപോലെ കഷ്ടപ്പെടുന്നില്ല. അവർക്കൊക്കെ ജീവിക്കാനുള്ളത് 16 തലമുറയ്ക്ക് ഇരുന്ന് കാല് നീട്ടി ഉണ്ണാനുള്ളതൊക്കെ സമ്പാദിച്ചവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും പേടിക്കാനൊന്നുമില്ല. ഇനി അനുഭവിക്കുക. കിറ്റ് വാങ്ങി നക്കിയതല്ലേ, അനുഭവിച്ചോ.